എന്നെ സെലിബ്രിറ്റി ആക്കിയത് എൻ്റെ വീട്ടുകാരാണ്. ഞങ്ങൾക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആണ് എപ്പോഴും മാമിന്റെ മുഖം. 13-14 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ വിധം മാറി ഇങ്ങനെയൊന്നും പോരാന്നൊക്കെ പറയും. മാം ഇപ്പോഴും ഫിറ്റ്നസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡാൻസ് തന്നെയാണോ? മെയിനായിട്ട് ഡാൻസ് ആണ്. ജനനം തൊട്ടേ വെജിറ്റേറിയൻ ആണ്, ഞാൻ നോൺ വെജ് കഴിക്കാറില്ല. ഫസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ചെയ്തിരുന്നു. അടുത്ത ആഴ്ച വരുമ്പോൾ പറയും ഞങ്ങൾ കണ്ടു മിസ് ദിവ്യ, വി സോ യു ഓൺ യൂട്യൂബ്, വി സോ യു വെർ ഇൻ മൂവീസ് ഒക്കെ പറഞ്ഞിട്ട് വരും. ഈ കാലഘട്ടത്തിലൊക്കെ നല്ല സിനിമ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും. അഗൈൻ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ആളുകൾക്ക് എല്ലാ വിശേഷങ്ങളും അറിയാം. ഡാൻസിന് ഇമ്പോർട്ടൻസ് ഉള്ള കുറെ സ്ക്രിപ്റ്റ്സ് വരാറുണ്ട്. ബേസിക്കലി എൻ്റെ PR വർക്ക് എൻ്റെ അച്ഛനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സ്റ്റേജിൽ ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഇത് അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് നന്നായി എന്ന് പറയണം, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ ഇവിടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. മലയാളികൾക്ക് മടുക്കാത്തൊരു മുഖത്തിൻ്റെ ഒരു ശരിക്കും പറഞ്ഞ ഒരു പര്യായം നമുക്ക് പറയാം. സോ ലെറ്റ് മീ വെൽക്കം ദിവ്യ ഉണ്ണി. സോ മാം വെൽക്കം. മാമിൻ്റെ ഒരു കരിയർ ഉണ്ടല്ലോ, ഈ സിനിമയും ആർട്ടും ഡാൻസൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു കരിയർ. ശരിക്കും എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കരിയർ ലൈഫിലേക്ക്? ലൈഫ് തന്നെ എന്താ പറയുക, ഒരു സെറ്റ് ഓഫ് പഠനങ്ങളായിരുന്നു. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എടുത്തെടുത്ത് പറയാൻ പറ്റില്ല, പക്ഷേ ഒരിക്കലും ഞാൻ എൻ്റെ ലൈഫും ആർട്ടും സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. രണ്ടും കൂടെ ഒന്നിച്ചാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കോളേജും സിനിമയും ഒരുമിച്ച് ആയിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എങ്ങനെയാ പേഴ്സണലും പ്രൊഫഷണലും എങ്ങനെയാ ഒരുമിച്ച് കൊണ്ടുപോണേ? ഇപ്പോഴാണ് ആക്ച്വലി കൂടുതൽ ചാലഞ്ചിങ്. നല്ലതാണ് സോഷ്യൽ മീഡിയ വന്നപ്പോൾ, പക്ഷെ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ നമുക്ക് വന്നു. സോ നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് മതിയോ എന്നുള്ള ഒരു ഫിയർ ഉണ്ട്. കാരണം നമുക്കൊരു ലോകം തന്നെ ചെറുതായി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പോലെ ആണ് സോഷ്യൽ മീഡിയയുടെ എഫക്റ്റ്. അങ്ങനെയാണ്. അപ്പം നമുക്ക് ഈച്ച് ആൻഡ് എവറി എന്താ പറയുക, നമ്മുടെ സോഷ്യൽ മീഡിയ ഫാമിലിയോടൊരു കണക്ഷൻ തോന്നും. അപ്പൊ അങ്ങനെ കണക്ഷൻ തോന്നുമ്പോൾ നമുക്ക് അവരോടൊരു റെസ്പോൺസിബിലിറ്റി തോന്നും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ ഞാനൊരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ഒരു സിറ്റിയിലേക്ക് പോവാണെങ്കിൽ, അവിടെ ഉള്ളവരെയൊക്കെ അറിഞ്ഞോ, അവിടെ നിന്നൊക്കെ മെസ്സേജസ് വന്നിട്ടുണ്ടെങ്കിൽ അയ്യോ അവരൊക്കെ അറിഞ്ഞു കാണുമോ, അവരിലേക്ക് മെസ്സേജസ് എത്തി കാണുമോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻവിറ്റേഷൻ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ അവരിലേക്ക് മെസ്സേജ് എത്തിക്കുക. നമ്മള് എന്താ പറയാ, ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള PR, അതായത് നമ്മളെ എപ്പോഴെങ്കിലും നമ്മളുടെ യാത്രകളിൽ, അതായത് നമ്മുടെ കലാജീവിതത്തിൽ നമ്മൾക്ക് ഒരു നല്ല വാക്കായോ ഇത് ഞാൻ കണ്ടുട്ട് എപ്പോഴെങ്കിലും എനിക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് ഞാൻ അവിടെ എത്തുന്നു എന്നുള്ള കാര്യം അവരിലേക്ക് എത്തിയോ എന്ന് അറിയാനുള്ള ഒരു അതിനൊരു പോസിറ്റീവ് സൈഡാണ് അത്. നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് നമുക്ക് എത്താനായിട്ട് കൂടുതൽ ഒരടി കൂടെ നമ്മൾ പ്രയത്നിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ആഡഡ് റെസ്പോൺസിബിലിറ്റി ആണ്. സോ അതാണ് ഇപ്പോൾ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിലെ ആഡഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതാണ്. പക്ഷെ അത് എൻജോയ് ചെയ്യുന്നു. ഞാൻ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ, ആളുകൾക്ക് മടുക്കാത്തൊരു മുഖം എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അവിടെയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആളാണല്ലോ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ പുതിയൊരു ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ, ഇപ്പം ഇതൊരു പുതിയ ഇനീഷ്യേറ്റീവ് ആണ്. ഈ ഡാൻസിൻ്റെ ഒക്കെ 2004 ഡാൻസ് സ്കൂൾ തുടങ്ങിയപ്പോഴും അതൊരു പുതിയ ഇനീഷ്യേറ്റീവ് ആയിരുന്നു. ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? നമുക്ക് ഗിന്നസിലേക്ക് പോവാം, 12,000 പേരെ നമുക്ക് ഒരുമിച്ച് ലൈനപ്പ് ചെയ്തു നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ചെയ്യാം. ഇതിന്റെ അത് ഇനിഷ്യേറ്റീവ് ഇല്ല, ഇതിന്റെ ഒരു ഫേസ് മാത്രമാണ് ഞാൻ. ഇതിന്റെ പിന്നിലെ പ്രയത്നിക്കുന്ന ടീം എന്ന് പറയുന്നത് മൃദംഗ വിഷൻ എന്ന് പറഞ്ഞ മാഗസീനും അതിന്റെ CEOs ആയിട്ടുള്ള അവരും എല്ലാവരും തന്നെയാണ്. മിസ്റ്റർ ഷമീരൻ, മിസ്റ്റർ നിഘോഷ്, അവരുടെ ഒരു വിഷനും നമ്മൾ സംസാരിച്ചിട്ട് അവരുടെ പ്ലാനിങ് ഒക്കെ ജനങ്ങളിലേക്ക് ഞാൻ സോഷ്യൽ മീഡിയ വഴി ഞാൻ എത്തിക്കുന്നു. കൂടാതെ തീർച്ചയായിട്ടും അതിൻ്റെ കൊറിയോഗ്രാഫി ഞാനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇത് എൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് അല്ല. ഇത് ആക്ച്വലി കേരളം ഒന്നിച്ച് വന്നിരിക്കുന്നത്. കേരളം എന്നും പറയാൻ പറ്റില്ല, ആക്ച്വലി നമ്മുടെ ഡാൻസേഴ്സ് എല്ലാവരും യുണൈറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു
എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണിത്. ഈ ശരിക്കും പറയാലോ ഇപ്പം ഒരു ആക്ടറായിട്ട് നിൽക്കുമ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജും ഫസ്റ്റ് ക്യാമറ എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര മാറ്റേഴ്സ് ആണല്ലോ. ഫസ്റ്റ് സ്റ്റേജ് ഓർമ്മയുണ്ട് ഇപ്പോഴും? തീർച്ചയായിട്ടും. ആദ്യമായിട്ട് ഇവിടെ കൊച്ചിൻ ഫ്ലവർ ഷോയിൽ ഒരു എന്താ പറയുക ശകുന്തളയുടെ ഫുൾ ഫ്ലവർ കൊണ്ടുള്ള കോസ്റ്റ്യൂമിൽ അതെനിക്ക് കൊച്ചിൻ ഫ്ലവർ ഷോയിൽ ഒരു 10 വർഷത്തോളം ഫ്ലവർ ക്വീനായിട്ട് അതിന് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. സോ അത് വൺ ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജസ് എൻ്റെ ഓർമ്മകളിലുള്ള. പിന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ആദ്യമായിട്ട് നൃത്തം ചെയ്തത്, അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഫസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ഏതായിരുന്നു? ഫസ്റ്റ് ടൈം ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ദൂരദർശന് വേണ്ടി ഒരു സീരിയലായിരുന്നു, ചെറുതായിരുന്നപ്പോൾ. അതെ. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ കോൺഷ്യസ് ആവുമല്ലോ. ക്യാമറ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആർട്ട്, കുറച്ചുകൂടെ ആളുകൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ആർട്ട്. ഇപ്പോൾ ഭരതനാട്യം ആണെങ്കിലും അതിൻ്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ. അത് ശരിക്കും എത്രമാത്രം ആർട്ടിനെ ഇവോൾവ് ആക്കിയിട്ടുണ്ട് മാമിന് ശരിക്കും? എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് ഇവോൾവിങ് സ്റ്റാർട്ടഡ് ഹാപ്പനിങ് ഞാൻ പഠിപ്പിച്ച് തുടങ്ങിയപ്പോഴാണ്. അതായത് അവിടെ അപ്പോഴാണല്ലോ നമുക്ക് കുറച്ചും കൂടെ മറ്റത് നമ്മൾ പെർഫോം ചെയ്യുന്നു, ആളുകളുടെ അഭിപ്രായം നമ്മളിലേക്ക് എത്തുന്നു. മറ്റത് നമ്മൾ കുട്ടികൾ നമ്മുടെ അടുത്ത് നിന്ന് പഠിക്കാൻ വരികയും അവരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കേണ്ട ആ ഒരു റെസ്പോൺസിബിലിറ്റി വന്നപ്പോഴാണ് കുറച്ചും കൂടി അതിലേക്ക് ശ്രദ്ധയും എങ്ങനെ ഇവർക്കിത് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കാം ഈ കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെ ചിന്തകൾ വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ആ ഒരു ഇവോൾവിങ് ആരംഭിച്ചത്. ശരിക്കും ഫസ്റ്റ് ചലഞ്ച് എന്തായിരുന്നു ആ സമയത്തൊക്കെ ഡാൻസ് സ്കൂൾ? ചാലഞ്ച് ആദ്യത്തെ കുറേ വർഷങ്ങളിൽ പഠന രീതിയുടെ വ്യത്യാസം തന്നെയായിരുന്നു. കാരണം ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം. അച്ചടക്കം, ആദ്യത്തെ വാക്ക് അച്ചടക്കം, പിന്നെ പരിശ്രമം, അതൊക്കെ തന്നെയാണല്ലോ നമ്മൾ ഇപ്പം എല്ലാവരും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. പക്ഷെ അവിടുത്തെ ഒരു അപ്രോച്ച് ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ്. അപ്പം അത് ഒരു വളരെ വലിയൊരു വ്യത്യാസമായിരുന്നു. ഞാൻ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് പഠിപ്പിക്കുന്ന ആളൊന്നും അല്ലെങ്കിൽ തന്നെയും എനിക്കതൊരു വലിയൊരു ഡിഫറൻസ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് ടോൺ ഡൗൺ ചെയ്യാനായിട്ട്, അതായത് പറയുന്ന രീതിയും കാര്യങ്ങളൊക്കെ. പിന്നെ ബ്ലാങ്ക് സ്ലേറ്റിലാണ് കുട്ടികളെ നമുക്ക് കിട്ടുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കിലെങ്കിലും ഒരു രാമൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ ഭരതനാട്യത്തിൻ്റെയോ എന്തെങ്കിലും ഉത്സവങ്ങളുടെയോ എന്തിനെ പറ്റിയെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. പക്ഷെ അവിടുത്തെ കുട്ടികൾക്ക് അങ്ങനെ ഇല്ല. സോ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തൊട്ടേ പറഞ്ഞു കൊടുക്കണം. അതായത് ഈ ക്യാരക്ടർ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. സോ അത് ഡിഫറെൻ്റ് ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ വരയ്ക്കുന്ന ചിത്രമാണ് അവർക്ക് ഓരോ ക്യാരക്ടേഴ്സും, അതായത് ഇപ്പോൾ നമ്മളുടെ മഹാഭാരതത്തിലെ രാമായണത്തിലെ കഥാപാത്രങ്ങൾ തൊട്ട് നമ്മുടെ ഉത്സവങ്ങൾ വരെ, ഓണം വിഷു വരെ ഞാൻ പകർന്നു കൊടുക്കുന്ന ചിത്രമാണ് അവരുടെ മനസ്സിൽ ആദ്യമായിട്ട് പതിയുന്നത്. അതൊരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി അല്ലേ? ശരി, അവർക്കറിയോ മാം ഇതിലൊരു സ്റ്റാറാണ് മാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സെലിബ്രേറ്റഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നൊക്കെ ഉള്ളത്? ജോയിൻ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ആദ്യത്തെ ആഴ്ച വന്ന് ജോയിൻ ചെയ്യും, അടുത്ത ആഴ്ച വരുമ്പോൾ പറയും ഞങ്ങൾ കണ്ടു മിസ് ദിവ്യ, വി സോ യു ഓൺ യൂട്യൂബ്, വി സോ യു വെർ ഇൻ മൂവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അവരുടെ പാരൻസിന് അത് കുറച്ചുകൂടെ അവരുടെ പേരൻസിന് അറിയാം. അപ്പോൾ ഇവര് ആദ്യത്തെ ക്ലാസ്സിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രോ കൊടുത്തിട്ട് കൊണ്ടുപോകും. പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് അവര് കുറച്ചും കൂടെ ഒക്കെ നോളജ് ഇതാണ് ടീച്ചർ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പിന്നെ തിരിച്ചു വന്നിട്ട് പറയും ഞങ്ങൾ കണ്ടു ടീച്ചറിനെ എന്നൊക്കെ പറയും. ഈ 1999 ആകാശഗംഗ വരുന്നത്. ഇപ്പോൾ ദിസ് ഇയർ വി സെലിബ്രേറ്റ് 25 years. അപ്പോൾ ഈ ഞാൻ ഇപ്പോഴും കാണുമ്പോഴത്തേക്കും അതിനൊരു ഹോണ്ടിങ് ഫീൽ ഉണ്ട് ആ സ്റ്റോറിക്കൊക്കെ. ശരിക്കും ആ സമയത്തൊക്കെ ഈ ബാക്ക് ടു ബാക്ക് സിനിമ ചെയ്യുന്ന സമയം കൂടിയാണല്ലോ. ഈ ആ ചെയ്യുന്ന കഥകളുടെ ഇന്റൻസിറ്റി എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ല, ഞാൻ ഇപ്പോൾ ഇതിനും നേരത്തെയും പറയായിരുന്നു, അങ്ങനെ കഥ കേട്ട് സ്ക്രിപ്റ്റ് പഠിച്ച് റീഡിങ് അങ്ങനത്തെ അതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അഭിനയിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഡയറക്ടേഴ്സ് പറയുന്നത് അഭിനയിക്കുന്നു, സ്ക്രിപ്റ്റ് എടി വായിച്ചു തരും, അപ്പോൾ അത് നോക്കി പഠിക്കും. അന്ന്
കുറേ ഡയറക്ടേഴ്സിന് പ്രോംപ്റ്റിംഗ് ഒന്നും താല്പര്യമില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് തന്നെ ബൈ ഹാർട്ട് പഠിച്ച് നമ്മൾ പറയും. അങ്ങനെയൊക്കെ തന്നെ, അല്ലാണ്ട് അതിന് വേണ്ടി ഒരു പ്രിപ്പറേഷനോ. തീർച്ചയായിട്ടും ആകാശഗംഗയ്ക്ക് ഇപ്പോൾ ലെൻസ് അല്ലെങ്കിൽ അതിൻ്റെ മേക്കപ്പ് ട്രയൽ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു മൂവി ആയതുകൊണ്ട്. അതല്ലാണ്ട് വേറെ റീഡിങ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. മിസ് ഔട്ട് ചെയ്ത സിനിമകൾ പിന്നെ എപ്പോഴെങ്കിലും ഹിറ്റായിട്ട് പിന്നെ ടി വിയിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും? ദൈവം സഹായിച്ച് അങ്ങനെ ഡേറ്റ് ക്ലാഷ് കൊണ്ടോ അങ്ങനെ ഒന്നും വലിയ എനിക്ക് അങ്ങനെ നഷ്ടപ്പെട്ടതായിട്ട് ഒന്നും വന്നിട്ടില്ല. എന്നിലേക്ക് വന്നേക്കണതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു ആർട്ടിസ്റ്റായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഈ പബ്ലിക് ലൈഫും ഭയങ്കര ഇതാണല്ലോ. എവിടെയെങ്കിലും പോകുമ്പോൾ ആളുകൾ വരിക, ഫോട്ടോ എടുക്കുക. ഇവന്താ പുറത്താണെങ്കിലും അത്ര ഇമ്പാക്റ്റ് ഇല്ലെങ്കിലും പക്ഷെ എന്നാലും മലയാളികളില്ലാത്ത സ്ഥലങ്ങളില്ല നമ്മൾ പറയും. തിരിച്ച് മാം ഇവിടെ വെക്കേഷൻസിന് വരുമ്പോഴെങ്കിലും ഈ ട്രാവലും ഈ റാപ്പോയൊക്കെ മാം എങ്ങനെ ഈ കാലത്ത് അപ്പോൾ ആളുകളൊന്നും ചോദിക്കുന്നത് ഇപ്പൊ സിനിമ ചെയ്യാത്ത എന്നായിരിക്കും ഞങ്ങൾക്ക് ഇനി സിനിമയിൽ കാണാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുമ്പോൾ മാമിനെ ഫീൽ ചെയ്യുന്നത് എന്തായിരിക്കും? അപ്പോൾ അഗൈൻ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ആളുകൾക്ക് എല്ലാ വിശേഷങ്ങളും അറിയാം. ആൻഡ് ഞാൻ ഭയങ്കര ആക്റ്റീവ് ആണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. എന്നാലും ഞാൻ കഴിയുന്ന സന്തോഷങ്ങളും എന്താ പറയുക ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ അറിയിക്കാറുണ്ട്. സോഷ്യൽ മീഡിയ വഴി ഞാൻ പങ്കുവെക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് അങ്ങനെ അതൊരു പോസിറ്റിവിറ്റി തരും. അതായത് ആളുകൾ ഇപ്പോൾ കുട്ടികളുടെ പിറന്നാളിന് ആശംസകൾ തരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റേജിൽ ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഇത് അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് നന്നായി എന്ന് പറയണം, അതൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ആളുകൾക്ക് ഓൾറെഡി അറിയാം. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് എങ്ങനെയാന്ന് ചോദിക്കാനോ, ഇപ്പൊ ആളുകൾ വരുമ്പോ അവിടെ പരിപാടി ഉണ്ടായിരുന്നു അല്ലേ, അവിടുന്ന് വരികയാണ് അല്ലേ, അല്ലെങ്കിൽ മോള് സ്കൂളിൽ പോയി തുടങ്ങിയില്ലേ, അങ്ങനെയൊക്കെയാണ്. ഓൾറെഡി ഇങ്ങോട്ട് എനിക്ക് കിട്ടുന്ന ഇപ്പോഴത്തെ റെസ്പോൺസസ് ഒക്കെ അതാണ്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അനൗൺസ്മെന്റിൽ ഡാൻസ് ഇവന്റിന്റെ അനൗൺസ്മെന്റ് കഴിഞ്ഞപ്പോ തൊട്ട് ആളുകൾ ഭയങ്കര അധികം വെയിറ്റിംഗ് ആയിരുന്നു. മാമിനൊന്ന് കണ്ടാൽ മതി എന്ന് പറയണവരുണ്ടാവുമല്ലോ, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അപ്പൊ ഈ കിട്ടുന്ന ഫീഡ്ബാക്കുകൾ ശരിക്കും ഇവന്റിന് പ്രഷർ ആക്കുന്നുണ്ട് കുറച്ചൊക്കെ? ഇല്ല, ആക്ച്വലി ഇവന്റ് കാണുവാനായിട്ട്, അതായത് ഇതൊരു വളരെ വ്യത്യാസമായിട്ടുള്ള ഇവന്റ് ആണല്ലോ. ഇത്രയും നമ്പർ ഓഫ് ഡാൻസേഴ്സ്, ഇത്രയും ഹാൻഡ്സ്, ഫീറ്റ്, മൈൻഡ് എല്ലാം ഒരേ താളത്തിൽ ചലിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾക്കത് എൻവിഷൻ ചെയ്യാനും അതെങ്ങനെയാണ് എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഗൂസ് ബം മൊമെന്റ് ആണത്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്സാഹമാണ്, ആ ഒരു ആവേശമാണ് ആളുകളിൽ എനിക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഇംപേഷ്യൻസിനെ കാട്ടിലും ഇങ്ങനെ എന്താ പറയുക ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് വലിയ പാട്ടാണ്, നല്ല പാട്ടാണ്. അപ്പോൾ അതിൻ്റെ പഠനത്തിൻ്റെ എന്താ പറയുക, ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് തന്നെ അത് പഠിക്കാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷനും അതിൻ്റെയൊക്കെ കാര്യത്തിലാണ് ഫോക്കസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഈ ശരിക്കും പറഞ്ഞ മാം പ്രോപ്പർ കൊച്ചി ഗേൾ ആണല്ലോ ശരിക്കും പറഞ്ഞ, ബോൺ ഇൻ കൊച്ചി അല്ലെങ്കിൽ സ്റ്റഡീഡ് ഇൻ സെന്റ് തെരേസാസ്, കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ്. അപ്പോൾ ഈ ശരിക്കും ആ ടൈമിലൊക്കെ ചൈൽഡ്ഹുഡും കാര്യങ്ങളൊക്കെ യു ഹാവ് എനി കൊച്ചി മെമ്മറീസ് ഉണ്ടായിരുന്നു ആ സമയത്ത്? എല്ലാ മെമ്മറീസും ഇവിടെ തന്നെയാണല്ലോ. ഞാൻ ജനിച്ചത് എറണാകുളത്താണ്. പലർക്ക് അറിയില്ലെന്ന് തോന്നുന്നല്ലേ? ആണോ? ജനിച്ചത് എറണാകുളത്താണ്, വളർന്നത് ഇവിടെയാണ്, ഇപ്പോഴും ഇവിടെ തന്നെയാണ്. ഞാൻ അങ്ങനെ റീലൊക്കേറ്റോ അങ്ങനത്തെ ഒന്നും നടന്നിട്ടില്ല. ഇവിടുന്ന് US ഹ്യൂസ്റ്റണിൽ തന്നെയാണ് ഞാൻ പോയപ്പോൾ തൊട്ട്, ഹ്യൂസ്റ്റണിലാണ്. എല്ലാം എൻ്റെ കരിയറിലാണെങ്കിലും ഞാൻ അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തിട്ടല്ല എൻ്റെ സ്കൂളിംഗ് കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കല്യാണ സൗന്ദര്യം ചെയ്തു. അതിനുശേഷം പ്രീ ഡിഗ്രിയും ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ സിനിമയും ചെയ്തിരുന്നു, ഇതും പഠനവും തുടർന്ന് കൊണ്ടുപോയിരുന്നു. അപ്പോൾ വളരെ എന്താ പറയുക ലിങ്ക്ഡ് ആണ് എറണാകുളമായിട്ട് എൻ്റെ ലൈഫ്. ഈ കാലഘട്ടത്തിലൊക്കെ നല്ല സിനിമ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും? ഈ ഒരു ബ്രേക്ക് US സെറ്റിൽ ചെയ്ത സമയത്ത് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ കുറേ വർഷങ്ങൾ അവിടെ ഡാൻസ് സ്കൂളും സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, പിന്നീട് ഇപ്പം നേരത്തെ ചോദിച്ച സിനിമകൾ വന്നപ്പോൾ ഡേറ്റ് ക്ലാഷ്, അതൊക്കെ അവിടെ പോയതിന് ശേഷമാണ് ആക്ച്വലി കരിയറിൽ ഉണ്ടായിരുന്ന ആക്റ്റീവ് ആയിട്ടുള്ളപ്പോഴല്ല, പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് അഭിനയിച്ച് പോകാനായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ്
അപ്പോഴാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലൊന്നും വന്നു പോസ്റ്റ് കോവിഡിലും മാം ഇടയ്ക്കിങ്ങോട് വരുന്ന ആ ട്രാവലിലൊന്നും സിനിമ ഓഫറുകൾ അങ്ങനെ ഡിസ്കഷൻസ് ഉണ്ടായിട്ടില്ല? ഉണ്ടായിട്ടുണ്ട്. അതെ, അതാ ഞാൻ പറഞ്ഞത്, അവിടേക്ക് മാറിയതിന് ശേഷമാണ് ചെയ്യാൻ പറ്റാണ്ടും ഡേറ്റ് വർക്ക് ഔട്ട് ആവാണ്ടും ഒക്കെ സിനിമകൾ മാറ്റി വെക്കേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പൊ ഉണ്ടോ എന്തെങ്കിലും കറന്റ്ലി? ഇല്ല, കറന്റ്ലി അങ്ങനെ പറയാനായിട്ടുള്ളതൊന്നും ആയിട്ടില്ല. ഈ ചില ആളുകൾക്ക് ഭയങ്കര ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവില്ല. മാമിന് ആക്ച്വലി ഒരു ഭയങ്കര ഡാൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയിലൊക്കെ വന്ന് പ്രസന്റ് ചെയ്യാം, കാരണം മാം ഭയങ്കര ബെസ്റ്റ് ആണെന്ന് അറിയാം അതില്. അങ്ങനെ കഥകൾ ശരിക്കും വന്നിട്ടുണ്ട്. ഡാൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള കുറെ സ്ക്രിപ്റ്റ്സ് വരാറുണ്ട്, സോഷ്യൽ മീഡിയ വഴി വരാറുണ്ട്. ഡാൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള, അതായത് ഡാൻസ് എലമെന്റ് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ്സ്, അല്ലെങ്കിൽ അങ്ങനെ എഴുതിയാൽ ചെയ്യുമോ, അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ ശരിക്കും പറയാൻ ഇപ്പൊ ഈ മാം ശരിക്കും പറഞ്ഞ മാം സെലിബ്രിറ്റി എന്ന് വീട്ടുകാർ റിയലൈസ് ചെയ്യണ മൂവ്മെന്റ് എവിടെയായിരുന്നു? മാം ആക്ച്വലി ഒരു സെലിബ്രിറ്റി ആയെന്ന് വീട്ടുകാർ റിയലൈസ് ചെയ്യണ മൂവ്മെന്റ്? അങ്ങനെയില്ല, അവരല്ലേ സെലിബ്രിറ്റി ആക്കണത്, അവരുടെ പ്രയത്നം കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ഞാനങ്ങനെ ഒരു പെട്ടെന്ന് ഇപ്പോൾ സിനിമയിൽ ലീഡ് റോള് ചെയ്ത് അങ്ങനെ വന്നതല്ലല്ലോ. എൻ്റെ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഒരുപാട് എറണാകുളത്തെ തന്നെ ഇപ്പോൾ സ്റ്റാലിയൻസ്, കരയോഗം, നവരാത്രി കോമ്പറ്റീഷൻസ്, യുവജനോത്സവങ്ങൾ, അതിലൊക്കെ ചെയ്ത് മാതൃഭൂമിയുടെയും മനോരമയുടെയും ഓണത്തിൻ്റെയും വിഷുവിൻ്റെ ഒക്കെ കവർ പേജുകളിൽ കുട്ടിയായിട്ട് പൂക്കളമൊക്കെ ഇട്ടിട്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ കവർ പേജ് ഷൂട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വരികയാണ്, നമ്മൾ അവിടെ തന്നെ പൂക്കളം ഇട്ട് അങ്ങനെ, അതായത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള, അന്നൊക്കെ അങ്ങനെയാണല്ലോ കവർ എടുക്കുന്നതും ഒക്കെ കൊച്ചുകുട്ടികളുടെ. പിന്നെ മുത്തശ്ശി അങ്ങനത്തെയൊക്കെ ബുക്സിന്റെ കവർ പേജിന് ഇതെല്ലാം അച്ഛനും അമ്മയാണ് പ്ലാൻ ചെയ്യുന്നതും അതിന് വേണ്ടിയുള്ള എഫേർട്ട് എടുക്കുന്നതും. അതുപോലെ ഓരോ കോമ്പറ്റീഷൻ വിജയിച്ചാലും അതിൻ്റെ ന്യൂസ്, ഇന്ന കുട്ടി ഇന്ന സ്കൂളിൽ പഠിക്കുന്ന ഇന്ന കുട്ടിക്ക് ഇന്ന 1ാം സ്ഥാനം ഇന്ന ഐറ്റംസിന് കിട്ടി എന്ന് പറഞ്ഞ പേപ്പറിൽ നമ്മൾ കൊണ്ട് കൊടുത്താൽ അവരത് പബ്ലിഷ് ചെയ്യും, നമ്മുടെ ഒരു പാസ്പോർട്ട് ഫോട്ടോ വെച്ചിട്ട്. സോ ബേസിക്കലി എൻ്റെ PR വർക്ക് എൻ്റെ അച്ഛനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാ പേപ്പറുകളിലും ചെല്ലും. അപ്പം അങ്ങനെ കുറേ കോമ്പറ്റീഷൻസിൽ ഒരേ കുട്ടിയുടെ മുഖം വരുമ്പോൾ നാച്ചുറലി അത് ഈ മുഖചിത്രക്കാരുടെ ശ്രദ്ധയിൽ പെടും. അപ്പം അങ്ങനെ ഓഫേഴ്സ് വരും. അവിടുന്ന് പിന്നെ എനിക്ക് തോന്നുന്നു April 18 എന്ന് പറഞ്ഞ ചിത്രം ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ, അതിന് ഞാനും എൻ്റെ അമ്മയും കൂടെ നമുക്ക് ഇന്ന് സ്കൂൾ കഴിഞ്ഞ് ഈ സിനിമ കാണാൻ പോവാം. പത്രത്തിലെ പരസ്യമാണ്, എൻ്റെ പടം അമ്മയുടെ പടം, എന്നിട്ട് ഈ ഡയലോഗ്സ്, അങ്ങനെയാണ് പരസ്യം അന്ന് വരുന്നത്, പ്രൊമോഷന്. അപ്പോൾ അതിന് വിളിച്ചു, അപ്പോൾ അതിൻ്റെ ഫോട്ടോ വന്നു. അവിടുന്ന് പിന്നെ വേറെ ഒരു ഓഫർ, അങ്ങനെ ദൂരദർശൻ്റെ പൂമൊട്ടുകൾ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഡാൻസ് അവതരിപ്പിക്കാൻ, പിന്നെ ആ പരിപാടി അവതരിപ്പിക്കാൻ, ആങ്കറിങ്, കൊച്ചുകുട്ടികളുടെ. ഇതൊക്കെ ഞാൻ പറയുന്നത് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലാണ്. അവിടുന്ന് ദൂരദർശൻ്റെ സീരിയൽസിലേക്ക്, ദൂരദർശൻ സീരിയൽസിൽ നിന്ന് പിന്നെ ഏറ്റവും അവസാനം ചെയ്ത സീരിയലാണ് ഞാൻ ഇനിയൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ, അതിൻ്റെ ഡയറക്ടറായിരുന്നു വിനയൻ അങ്കിൾ. സോ ഇത് അപ്പോൾ അവരാണ് എന്നെ സെലിബ്രിറ്റി ആക്കിയത് എൻ്റെ വീട്ടുകാരാണ്. അപ്പോൾ അവർക്ക് ഒരു റിയലൈസേഷൻ എന്നല്ല, അവർക്കൊരു വിഷൻ ഉണ്ടായിരുന്നു, പ്രൊമോട്ട് ചെയ്താൽ മേ ബി ടാലൻ്റ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്, അത്രേ ഉള്ളൂ. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തമിഴിലും തെലുങ്കിലും എങ്ങനെയായിരുന്നു അപ്പൊ ഓഫേഴ്സ് ഒക്കെ വരുമ്പോഴൊക്കെ? തമിഴിലും തെലുങ്കിലും ഇവിടെ കുറെ മൂവീസ് ചെയ്തതിന് ശേഷം അതിപ്പോ എങ്ങനെയാണ് അത് അവിടേക്ക് ഫേസ് വന്നത്, എനിക്ക് തോന്നുന്നു ശ്രീവിദ്യാമ്മ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ 1-2 ഓഫേഴ്സ് വന്നിരുന്നു. പിന്നെ 1-2 ഗൾഫ് ഷോസ് ചെയ്തപ്പോൾ ഖുഷ്ബു മാമിൻ്റെ കൂടെ ഞാൻ ട്രാവൽ ചെയ്തിരുന്നു. അപ്പോൾ സുന്ദർ സി സാറിൻ്റെ പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് തമിഴിൽ ചെയ്തത്. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഡാൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആളുകൾ കൊടുക്കുന്നുണ്ട്. ആസ് മോർ ദാൻ ആർട്ട്, അതിനെ എങ്ങനെ എഫക്റ്റീവ്ലി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കാം എന്നുള്ള കുറച്ചുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട്, ഡിസ്കഷൻസ് നടക്കുന്നത്. അപ്പോൾ ശരിക്കും ആസ് എ ടീച്ചർ എങ്ങനെ ആ ഒരു ഫ്യൂച്ചർ കാണണേ ഈ ഒരു മൊത്തത്തിൽ ഡാൻസസ് ആർട്ട് ആളുകളുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിൽ? ആളുകളുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിനോട് സമയം ചെലവഴിക്കാനുള്ള ഒരു മനസ്സ് ആളുകൾക്ക് ഉണ്ടാകണം. സോ അത്
അതിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതിന് അതിനൊരു പാത്വേ തുറന്നു കൊടുക്കുന്ന ഒരു ജോലി മാത്രമേ നമ്മൾക്കുള്ളൂ. കാരണം അതൊരു മാഗ്നറ്റ് പോലെയാണ്. പിന്നെ ആ പാത്വേ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അവർ അട്രാക്റ്റഡ് ആവും. കാരണം ഡാൻസ് ഞാനിപ്പോൾ നമ്മുടെ അവിടുത്തെ സ്കൂൾ ഇപ്പോൾ 21 വർഷം പൂർത്തിയാക്കി, അമേരിക്കയിലെ സ്കൂള്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ, ഇപ്പോൾ എൻ്റെ അടുത്ത് 5ഉം 6ഉം വയസ്സിലൊക്കെ പഠിക്കാൻ വന്നിരിക്കുന്ന കുട്ടികൾ ഇപ്പോൾ വലിയ ആളുകളായി. അവർ ജോലി മേഖലകളിൽ പല മേഖലകളിലായിട്ട് ജോലി സ്വീകരിച്ചു. പക്ഷെ അപ്പോഴും അവർ നൃത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, കാരണം അവർക്ക് എപ്പോഴും ഒരു കൂടെ ഒരു എന്താ പറയുക ഒരു ആഡഡ് സ്ട്രെങ്ത് ആയിട്ട് ഡാൻസ് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ എൻ്റെ ലൈഫിനെക്കാട്ടിലും വേറൊരാളിൽ ആ ഒരു ഡിസിപ്ലിനും ആ ഒരു എന്താ പറയുക അതിൻ്റെ ഡാൻസ് കൊണ്ട് അവർക്ക് ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ഫങ്ഷണാലിറ്റിയും കാണുമ്പോഴാണ് ഞാൻ തന്നെ അത് റിയലൈസ് ചെയ്യുന്നത് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. ഈ പല സ്റ്റുഡൻസിനെയും കണ്ടിട്ടുണ്ടാവുമല്ലോ പേഴ്സണലി അവരുടെ ഗ്രോത്തും അവരോട് ഫസ്റ്റ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഇതാണ്, നിങ്ങൾ കുറച്ചുകൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. ഇല്ല, നമ്മൾ ആദ്യം അങ്ങനെ കൊച്ചുകുട്ടികളെയൊക്കെ നമ്മൾ ആസ്വദിച്ച് തന്നെ ആസ്വദിച്ച് പഠിക്കണ രീതിയിൽ അവർക്ക് അതായത് ഇതിന് കുറേ റെപ്പിറ്റേഷൻ ഫേസസ് ഉണ്ട്. ഇപ്പോൾ ആദ്യം തന്നെ ആ മെയ്വഴക്കവും അടവുകളൊക്കെ ഉറയ്ക്കാനും ഒക്കെ ആയിട്ട് കുറേ നമ്മൾ ബേസിക്കലി ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് നന്നാണെങ്കിൽ എഴുതി പഠിക്കണം എന്ന് പറയണ പോലെ അടവ് ശുദ്ധിയും അംഗശുദ്ധിയൊക്കെ വരണമെങ്കിൽ നമ്മൾ അതിനോടുകൂടെ സമയം എത്ര ചിലവാക്കുന്നു അത്രയും എന്താ ബ്രൈറ്റ് ആയിട്ട് വരും. അപ്പം അത് പക്ഷേ മൊണോട്ടണസുമാണ്. ഒരു 7 വയസ്സുള്ള കുട്ടി 8 വയസ്സുള്ള കുട്ടിക്കൊക്കെ അത് മൊണോട്ടണസ് ആണ്. അപ്പം അന്നേരം നമ്മൾ അവരെ ആസ്വദിച്ച് തന്നെ അവരുടെ ഒരു കൂടെ നിന്ന് ഫ്രണ്ട്ലി ആയിട്ട് 13-14 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മൾ നമ്മുടെ വിധം മാറി ഇങ്ങനെ ഒന്നും പോരാന്നൊക്കെ പറയും. ഒറിജിനൽ ടീച്ചർ അപ്പോൾ ഒരു 13 തൊട്ട് അതൊരു ചെറിയ ഫേസ് ആണ്. ഒരു 3 വർഷമൊക്കെ അങ്ങനെ നിന്നാൽ പിന്നെ ഒരു 16 വയസ്സാകുമ്പോൾ അവർ തന്നെ അയ്യോ എനിക്കിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അവരിൽ ആഗ്രഹം വന്നോളും. മാം ഇപ്പോഴും ഫിറ്റ്നസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡാൻസ് തന്നെയാണോ? മെയിൻ ആയിട്ട് ഡാൻസ് ആണ്. ലൈഫ് സ്റ്റൈൽ ഞാൻ ബൈ ജനനം തൊട്ടേ വെജിറ്റേറിയൻ ആണ്. ഞാൻ നോൺ വെജ് കഴിക്കാറില്ല. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ കുറച്ച് സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് ഡാൻസും അതൊക്കെ തന്നെ. യോഗ ഉണ്ട് കുറച്ച്. ഈ ശരിക്കും ഇതിലൊരു ഇനിഷ്യേറ്റീവില് മാമിന് ആക്ച്വലി ഏറ്റവും എക്സൈറ്റ് ചെയ്യിച്ചൊരു പോയിന്റ് എന്തായിരുന്നു? ഫസ്റ്റ് ബിഫോർ ഈ പറഞ്ഞ December 29th ഭയങ്കര വലിയൊരു ദിവസമായിരിക്കുമല്ലോ, അതിന്റെ തലേ ദിവസമൊക്കെ എങ്ങനെയായിരിക്കും മൈൻഡ് സെറ്റ് എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, അതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. ഇതൊരു ലോങ് ജേർണിയാണ്. ഞങ്ങൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒരു 6-8 മാസങ്ങളോളം നീണ്ടു നിന്ന ഒരു ജേർണിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ട് തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസ്റ്റർ ഷമീർ ആൻഡ് മിസ്റ്റർ നികോഷ് അവരും പിന്നെ ഹ്യൂസ്റ്റണിൽ തന്നെയുള്ള മിസ്സസ് പൂർണിമ അവർ എല്ലാവരും നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻസ്, പിന്നെ ഓരോ സ്റ്റേജ് നമ്മളിത് ഒന്നിച്ച് ചിന്തിക്കാറില്ല. കാരണം ഇത് ഒന്നിച്ച് ചിന്തിച്ചാൽ നമുക്ക് തന്നെ ഒരു അയ്യോ ഇത് എങ്ങനെയാണെന്നുള്ള രീതിയിലായോ. ഓരോ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ആയിട്ടാണ് ചിന്തിച്ചത്. അപ്പോൾ സ്റ്റെപ്പ് 1 വാസ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ള അനൗൺസ്മെന്റ്. സ്റ്റെപ്പ് 2 വാസ് ദ ക്രിയേഷൻ ഓഫ് ദ സോങ്. അപ്പോൾ ആ സോങ് വാസ് എല്ലാവരും മാസ്റ്റേഴ്സ് ആണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കൈതപ്രം സർ ആണെങ്കിലും ദീപാങ്കുരൻജി ആണെങ്കിലും അനൂപ് ജി ആണെങ്കിലും എല്ലാവരും. ആൻഡ് ദെൻ ദ സോങ് കെയിം ഔട്ട് ബ്യൂട്ടിഫുള്ളി. അത് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബിറ്റ് നമ്മൾ ഡാൻസ് ചാലഞ്ചായിട്ട് റിലീസ് ചെയ്തിരുന്നു. അത് ശരിക്കും നമ്മൾ കൈലാസത്തിലെത്തിയ ഒരു ഫീൽ തന്നെയാണ് ശിവൻ്റെ നൃത്തത്തെ വർണ്ണിച്ചുകൊണ്ടുള്ളത്. ആൻഡ് ദെൻ ദ ചാലഞ്ച് വാസ് ഫോർ മീ. അത് ഫുൾ കോറിയോഗ്രാഫി ചെയ്ത് നമുക്കത് വീഡിയോ എടുത്ത് ഈ രജിസ്റ്റർ ചെയ്ത ആർട്ടിസ്റ്റുകളിലേക്ക് എത്തിക്കണമായിരുന്നു എല്ലാവരിലേക്കും. സോ അങ്ങനെ ഓരോ സ്റ്റേജസ് ആയിട്ട് നമ്മൾ കുറേ നാളായിട്ട് അതിൻ്റെ എന്താ പറയുക ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 29th വലിയ ദിവസം തന്നെയാണ്. പക്ഷേ ഐ തിങ്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഒരു ആർട്ടിസ്റ്റ് ഫ്രണ്ട് സർക്കിൾ ഒക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ നിന്നുള്ള ഫീഡ്ബാക്ക് ഒക്കെ എന്തായിരുന്നു മാം? സ്റ്റിൽ മെയിൻറ്റെയിൻഡ് ആണോ ആ സർക്കിളൊക്കെ? ശരിക്കും കുറേയൊക്കെ അതെ. സോ ഫീഡ്ബാക്ക് എപ്പോഴും പോസിറ്റീവ് തന്നെയായിരുന്നു. കാരണം അവരുടെ എന്താ പറയുക ഇത് കേരളത്തിലേക്ക് ഒരു റെക്കോർഡ് എത്തുന്നു, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ളത് എല്ലാവരും വളരെ എൻകറേജിങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ മാം എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഞങ്ങൾക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആണ് എപ്പോഴും മാമിന്റെ മുഖം. കാരണം എപ്പോഴും പറയുന്ന മലയാളികൾക്ക് മടുക്കാത്തൊരു മുഖം നമുക്ക് പറയാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ എത്രയും വേഗം സിനിമയിലൊക്കെ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിങ്. Thank you so much. Thank you.